ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെയോ സ്റ്റുഡൻസിനെയോ ഒക്കെ ഒന്ന് നന്നായി അപ്രിഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അവരെ കുറിച്ച്. ഹി ഡിഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്, ഷീ ഡിഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്, ദേ ഡിഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്. മനസ്സിലായി? ഇതുപോലെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നിങ്ങൾ ഈ സെന്റൻസുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ സെന്റൻസിലെല്ലാം ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ വേർബായിട്ട് തന്നെയാണ്. അതാണ് ഈ സെന്റൻസുകളുടെ പ്രത്യേകത കേട്ടോ. ഇവിടെ വേറൊരു വേർബ് ഉണ്ടോ? ഇല്ല. ഐ ഡിഡ് മൈ ജോബ്, ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്ന് പറയുന്നതിൽ ചെയ്തു എന്നുള്ളത് മെയിൻ വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ സെന്റൻസുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ബാക്കി നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ഇൻ ഓൾ ദീസ് സെന്റൻസസ് ഡിഡ് performs as the main verb. There is no other verb in these sentences. You will come to know why I stress this point now when you study the later sections. Okay. ഇനി നമ്മൾ ഡിഡിന്റെ അടുത്ത യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. Did is used to emphasize an action done in the past. Emphasize ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഊന്നി പറയുമ്പോഴാണ് അത് എംഫസൈസ് ചെയ്തു എന്ന് പറയുന്നത്, അല്ലെ? എംഫസൈസ് ചെയ്യുക, ഊന്നി പറയുക. ഈ സെന്റൻസ് ഒന്ന് നോക്കി. ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. തീർച്ചയായും ഞാൻ അത് പങ്കെടുത്തു. ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും പറയണം, പിന്നെ ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ഇതാണ് ആ ടോൺ മാറിയത്. കണ്ടോ? ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു കേട്ടോ എന്ന് നമുക്ക് ഊന്നി പറയാണ്. നമ്മൾ കാഷ്വൽ ആയിട്ട് പറയുകയല്ല. ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഇനി ഈ സെന്റൻസിൽ ഒരു വേർബും കൂടെ വന്നു. മെയിൻ വേർബ് വേറെയാണ്. ഏതാണ്? ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ്. അപ്പം അറ്റൻഡ് എന്ന് പറയുന്ന ഒരു മെയിൻ വേർബ് ഇവിടെ വന്നു. അപ്പൊ ഈ സെന്റൻസിൽ ഡിഡ് ഇസ് ഫങ്ഷനിങ് ആസ് ആൻ ഓക്സിലറി വേർബ് ടു ഷോ ദാറ്റ് ദ സെന്റൻസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് കാണിക്കാനും ഊന്നി പറയാനും വേണ്ടിയിട്ട് ഡിഡ് ഒരു സഹായ ക്രിയയുടെ രൂപത്തിലാണ് ഈ ഒരു സെന്റൻസിലുള്ളത്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ.